കൂട്ടുകാരെ, അപ്പൊ നമ്മളിന്ന് വന്നേക്കുന്നത് നമ്മുടെ വീടിന്റെ മുറ്റത്തുള്ളത് ഈ അടക്ക മരത്തുമേന്ന് ഒരു പാളേന്റെ ഓല പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതുമൊരു പാളയുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് നിവർത്തി കൊടുക്കാം. അപ്പൊ പാള നമ്മളൊന്ന് ഇതുപോലെ നിവർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിവർത്തി കൊടുത്തിട്ടപ്പോ ഇതിനൊരു ഷേപ്പ് വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഷേപ്പ് കാശ് താഴെ വലിക്കുന്നുണ്ട്. ഹലോ കൂട്ടുകാരെ, കാശിയാണെന്ന് ഉണ്ടാക്കാൻ പോണേ. ഇങ്ങോട്ട് നടന്നോ, നടക്ക് നടക്ക്. ഓക്കെ ശരി, വാ. അപ്പൊ കാശി അത് പൊക്കിക്കൊണ്ട് പോണുണ്ട്. എന്താ സാധനം ഉണ്ടാക്കാൻ പോണേന്ന് നമുക്ക് നോക്കാം. അവനേക്കാളും വലിയ ചെരുപ്പ് അവൻ ഇട്ടേക്കണേ. ഇതാണ് ഞങ്ങളുടെ പണിസ്ഥലം. പണിസ്ഥലത്ത് കൊണ്ട് വെച്ച് ഇനി എന്താ ചെയ്യണ്ടേ കാശി? പെയിന്റ് അടിക്കാനാണ് ആദ്യം പോണേ. ഇതെന്ത് ചെയ്യും നമുക്ക് ആദ്യം? മുറിക്കണ്ടേ? കത്രിക വേണ്ടേ? കടിച്ച് കടിച്ച് മുറിക്കണ്ട, കത്രിക വെച്ചിട്ട് ഞങ്ങളിത് മുറിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ നമ്മളിവിടെ നമ്മുടെ പാള ഇതുപോലെയൊക്കെ ഒന്ന് വെട്ടി ഷേപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ക്ലേ എടുക്കാൻ പോവാം. കാശി അവിടെ രണ്ടാമത്തെ അങ്ങനെ മറിച്ചിട്ട്. എന്തിനാ കാശി അങ്ങനെ മറിച്ചിട്ട്? ആരാമ്മ നിവർത്തി വെക്കാം. പ്രാണി എട്ടുകാലി. അതെ, അതിൻ്റെ മേത്തതേ വാലുണ്ട്. നാരല്ലല്ലോ, ഇതേ സ്പൈഡർമാൻ്റെ ചങ്ങല. ഇതേ കണ്ടാത്തിളങ്ങാണ്. അത് പോയി. നിവർത്തി വെക്കട്ടെ. വാ, ക്ലേ എടുക്കാൻ പോവാ. ഇനി നീ മറിച്ചിടല്ലേ? അതാ ഞാൻ ചെയ്യുന്നില്ലേ. നീ പോ, മുറിയിലിട്ട് പോ. ശരി ശരി ശരി. ക്ലേ എടുത്തിട്ടുണ്ട്, ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. നമുക്കൊരു കത്തി എടുക്കാം. കത്തി എടുത്താൽ ശരിയാവില്ല, കാശിക്കുട്ടൻ അലമ്പാക്കും. അപ്പം നമുക്ക് സ്കെയിൽ എടുക്കാം കേട്ടോ. പിന്നെ അതേ ഇതുപോലത്തെ ഒരു ടൂൾ എടുത്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു പേന എടുക്കാം. പേന ഓക്കെ. തെളിയാത്ത ഏതെങ്കിലും പേന എടുത്താലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പേന എടുക്കാം കേട്ടോ. ഇപ്പം ഏതിൻ്റെ മഷി തീർന്നു? പേന കളഞ്ഞാ? ഏത് പേനേൻ്റെ? പേന കളഞ്ഞ? പേന എടുത്ത് എവിടെ? ശരിയാ, പെൻസിൽ എടുത്ത് എറിഞ്ഞിട്ടുണ്ട് കൈസ്. കിടക്കണം, അതിൻ്റെ മഷി തീർന്നു. ചെറുക്കൻ പിന്നെ അത് എടുക്കണം. അതിന്റെ മഷി ഒന്നും തീർന്നിട്ടില്ല. പെൻസിലിന്റെ മഷി എങ്ങനെ തീരണേ? അത് കൂർപ്പിച്ചെടുക്കണം. നീ എന്റെ മോനെയൊക്കെ കളഞ്ഞാ? ഇല്ലല്ലോ, മോനെ ഉണ്ടല്ലോ. ഇത് കാശിതേ കാലത്ത് എടുത്തൊരു ആട്ടുമ്പനെ പൊട്ടിച്ച് കളഞ്ഞ കണ്ട. നീ കിടക്കും ആട്ടുമ്പോ നിക്കണോ നോക്കി. എന്നിട്ട് ഇത് തീർന്നിട്ടില്ല, എഴുതാൻ പറ്റൂതും കൊണ്ട്. ഇതേ മോനെ ഉണ്ട്, കയ്യിൽ തെളിയല്ല. അതാണ് ചെറുക്കനെടുത്ത് കളഞ്ഞത് കേട്ടാ. അതിനകത്ത് തെളിയണില്ലേ? തെളിയണുണ്ടല്ലോ. ഇനി നമ്മൾ ക്ലേ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പണി തുടങ്ങാം. പശ തേക്കണേക്കുമ്പോ ക്ലേ എടുക്കണം. പൊട്ടിക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്കിത് തുറക്കാട്ടെ. ഇനി തുറന്നിട്ട് നമുക്ക് അടുത്ത പണി ചെയ്യാം. ക്ലേയുടെ ബേസും ഹാർഡനറും കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നമുക്കൊന്ന് കൂട്ടിക്കുഴച്ചെടുക്കാം. കാശി ചുട്ടി എടുക്കുന്നത്. കാശി ഇത് രണ്ടും കൂടി ക്ലേ രണ്ടും കൂടി ഉരുട്ടി തരാന്നാ പറയണേ. പൊട്ടിക്കാം. അപ്പൊ നമ്മൾ ക്ലേ കുറച്ചെടുത്തിട്ട് കുറച്ച് ഉരുട്ടി എടുക്കാം കേട്ടോ. കാശി ഇവിടുന്ന് ആടിക്കൊണ്ടിരിക്കുകയാണ് ക്ലേ വേണമെന്ന് പറഞ്ഞിട്ട്. തരാം. ഇപ്പൊ കാച്ചടയിൽ ഒരു ക്ലേ കൊടുത്തിട്ടുണ്ട്. ഒരു ക്ലേ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഏതുപോലെ? ഓക്കെ, കാശിയും ഉരുട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ക്ലേനകത്തേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ക്ലേനകത്തേക്ക് ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമ്മളിവിടെ ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് റൗണ്ടിൽ ഇവിടെ ഒന്ന് പശ തേച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് ഇതുപോലെ ഒരു ക്യാപ്പ് എടുത്തിട്ടുണ്ട്. ക്യാപ്പ് എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ റൗണ്ട് പോലെ.
ഓക്കെ, എന്നിട്ട് നമുക്ക് ചെറിയൊരു വേറൊരു അടപ്പെടുത്ത് അതും നമ്മൾ നടുക്കൊന്ന് പ്രസ്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു കോല ഇറുക്കിൽ എന്തെങ്കിലും എടുക്കാം. നമ്മളിവിടെ ഒരു ഈർക്കിലെടുത്തിട്ടുണ്ട്. ഈർക്കിലെടുത്തിട്ട് ഈ കണ്ണിന് ചുറ്റും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ആ ക്ലേ കൊണ്ട് ഭയങ്കര പണിയിലാണ് കേട്ടോ. കാണിച്ചു തരാം. എന്താ ചെയ്യണേ കാശി? അടുത്ത കണ്ണുണ്ടാക്കണ്ടേ? അടുത്ത കണ്ണുണ്ടാക്കാൻ ഇനി അടുത്ത കണ്ണുണ്ടാക്കാൻ തരാം. വേറെ തരാം. അപ്പം നമ്മളിതേ കണ്ണെടുത്ത് ഉരുട്ടിട്ട് വേറെ എടുക്കാം നമുക്ക്. കാശി അത് തരാം. വേറൊരെണ്ണം ഉണ്ടമ്മ എടുത്ത് അത് തരാം. എന്താ മുന്ന? കാശി മൂങ്ങനെയും മയിലിനെയും ഒരുമിച്ച് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമ്മളിത് ഇതിൻ്റെ മേളിലേക്കിനി ഇതുപോലെ നീളത്തിൽ ഒന്ന് ക്ലേ ഇതാക്കി എടുത്തിട്ടുണ്ട്. നമുക്കത് ആ കാശിക്ക് വേറൊരെണ്ണമ്മ തന്നല്ലോ, അതെടുത്ത് ചെയ്ത് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ. അതല്ല പൊന്ന ഇങ്ങനെ മൂക്ക് പോലെ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതുപോലെ ചിറക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ക്യാപ്പ് വെച്ചിട്ട് നമുക്ക് ചിറക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചിറക് വെക്കണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഞെക്കിയിട്ടുണ്ടെങ്കിൽ ചിറകിൻ്റെ ഡിസൈൻ വരും. കണ്ടാ കാശി? അപ്പം ഇങ്ങനെ ചിറകിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഫുള്ളും വെച്ചിട്ട് കാശിക്ക് അപ്പുറത്തെ ചിറകിടാൻ കൊടുക്കും കേട്ടോ. അപ്പം നമ്മളത് ഇതുപോലെ ചിറകാക്കി കൊടുക്കുന്നുണ്ട്. നമ്മളടുത്ത ക്ലേ പൊട്ടിക്കാൻ പോവാണ് കേട്ടോ. കാശിക്ക് പറിച്ച് വന്നു പറഞ്ഞിട്ട് കാശിയുടെ വെയിറ്റിങ്ങിലാണ്. കുഴച്ചിട്ട് തരാട്ടെ. കാശിൻ്റെ കാലിൻ്റെ അടിയിലൊക്കെ ആരാ പേന വെച്ച് വരച്ചിട്ടേ? ആരാ വരച്ചിട്ടത്? എന്തിനാ അങ്ങനെ വരച്ചിട്ടേ? വരക്കല്ലേ, കുളിക്കുമ്പോൾ പോവില്ല കേട്ടാ പേന വെച്ച് വരച്ചാ. അപ്പോൾ നമ്മളിതേ ബേസ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോഴേക്കും വേഗം. ഓക്കെ, ഏകദേശം നമ്മൾ രണ്ടാമത്തെ ക്ലെയിം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് ഒരു ഹാഫ് പോർഷൻ ഇതുപോലെ എടുക്കാം. അത്രയും വെച്ചിട്ടാണ് നമ്മൾ ഈ സൈഡിലും നമ്മുടെ ചിറകുണ്ടാക്കി എടുത്തേക്കാം. കാശിക്ക് കൊടുക്കാം. ഇന്നാ കാശിക്ക് കളയരുത് കേട്ടാ. കളയില്ലാന്ന് പറഞ്ഞിട്ടുണ്ട് കാശി. താഴെ അമർത്തി ഒട്ടിക്കാൻ പാടില്ല. കൈ വെച്ചിട്ട് ഉരുട്ടിക്കൊണ്ടിരിക്കുക. കൈ വെച്ച് ഉരുട്ട്. കയ്യിലെടുത്തിട്ട് ഉരുട്ട്. ഇങ്ങനെ അമ്മ കാണിക്കണോട്ട് ഇങ്ങനെ കാണിക്ക്. ഇങ്ങനെ ശരി വലുതാക്കിക്കോ. അപ്പം നമ്മൾ രണ്ട് സൈഡിലും ചിറക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. കാശി എന്താ ചെയ്യണേ? കാശിയും ഡിസൈൻ ഇട്ടുകൊണ്ടിരിക്കുവാണ് കേട്ടോ. വരപ്പിക്കാം. ഇതുപോലെ ഇങ്ങനെ വരക്കും. കണ്ടാ കാശി? കണ്ടാ? എന്നിട്ട് നമുക്ക് ഇതുപോലെ തൂവൽ വരക്കാം. അത് പറിച്ചെടുക്കല്ലേ, കൊണ്ടുപോകാനായിട്ട് കളഞ്ഞത് എന്തിനാ? എല്ലാം എടുത്ത് എറിഞ്ഞ അമ്മയുടെ സാധനങ്ങളൊക്കെ എറിഞ്ഞ എന്തിനാ? ഇതാണ് കാശിനെ ഞാൻ ഒന്നും ചെയ്യാനായിട്ട് അമ്മയുടെ കൂട്ടത്തിൽ ഇരുത്താത്തത്. കാശി എല്ലാം എടുത്ത് എറിഞ്ഞില്ലേ, കളഞ്ഞില്ലേ? കണ്ടാ? അതമ്മ ചെയ്ത് കഴിയുമ്പോൾ തരാം. അവിടെ ഇരിക്ക അവിടെ. ഇരിക്ക്. കരയാണ്ടിരുന്നാ തരാം. എന്നാ ഇതും കൊണ്ട് വരക്ക്. ഇതുപോലെ ഇതിങ്ങനെ വരക്ക്. അമ്മ ചെയ്ത പോലെ ഇതിങ്ങനെ അങ്ങനെയല്ല, അമർത്താൻ പാടുള്ളൂ. ഇങ്ങനെ അമർത്ത്. ഇങ്ങനെ ചിറക് പോലെ ആക്ക്. അങ്ങനെ തന്നെ. ഇപ്പം കാശി ഞാനും കൂടി ഇതുപോലെ ആക്കി എടുക്കണുണ്ട് കേട്ടോ. വെച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും. കാശി ഡിസൈൻ ഇട്ട് വെച്ചാണ്. വേണ്ട കൊടുത്താ? എന്തിനാ ഇപ്പം എല്ലാം എടുത്തോണ്ട് വന്നേ? എന്ത്? ഇത് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം എടുത്തോണ്ട് വന്നേക്കനാണ്. ഇത് പറിച്ചെടുക്കാൻ സമ്മതിക്കൂല. ഇത് ഉണങ്ങാൻ വേണ്ടി വെക്കാണ്. അപ്പം നമ്മൾ മൂങ്ങയുടെ മുകളിൽ ഇതുപോലെ തലയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് ഇതുപോലെ ചിറക് വെച്ച് കൊടുത്തിട്ടുണ്ട്. തൂവല് പോലെ സൈഡിലേക്ക് കുറച്ച് എന്താ കാശി നമ്മൾ ചെയ്ത് വെച്ചേക്കുന്നേ? കുറച്ച് ഇലയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കുഞ്ഞു പൂവ്. കാശി ഒന്ന് പറഞ്ഞു കൊടുത്തത് എന്തൊക്കെയാന്ന്? കോലുമിഠായി കൈ പിടിച്ചോ? കണ്ണ് എവിടെ മുങ്ങന്റെ? അത് ചുണ്ടല്ലേ? അത് കണ്ണ്. പിന്നെ എന്തെന്നാ ചിറക് എവിടെ? ഇത് ചിറക്. ഇത് വാല് ചിറക്. ഇതും ചിറക്. പൂവ് എവിടെ? പൂവ്. ശരി, ഓക്കെ. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇനി പെയിന്റ് അടിക്കാൻ പോവാണ് കേട്ടാ. ഈ കൂട്ടം പെയിന്റ് അടിച്ചു തരൂലേ? ഓക്കെ.
അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ലൈറ്റ് കളറിലെ ബ്ലൂ കളർ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ചിറകിനും കണ്ണിനും ചുറ്റുമൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് താഴേക്കുള്ള തൂവലൊന്ന് കളർ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് സെൻറ്ററിലുള്ള പോർഷൻ ബോഡി പോർഷനിൽ നമുക്ക് ബ്രൗൺ കളർ ഇതുപോലെ ഒന്ന് ആദ്യം കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ലൈറ്റ് കളർ ബ്ലൂ കൊടുത്ത ബ്രഷും കൊണ്ട് തന്നെയാണ് ഇത് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഷെയ്ഡും കൂടി അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്ലൂ കളർ നമ്മുടെ ബ്രൗൺ കളർ വെച്ചിട്ട് ഒന്ന് ഫില്ലാക്കി എടുക്കുന്നുണ്ട്. താഴെ നമ്മൾ ഇതുപോലെ ഗ്രീൻ കളർ നമ്മുടെ വാലിന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കൂടി നമ്മൾ ലൈറ്റ് ബ്ലൂ കളർ കൊടുക്കുമ്പോൾ അത് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ബോൾ ഭാഗത്ത് തലയുടെ മുകളിലൊക്കെ അത് ഇതുപോലത്തെ കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ സൈഡിലായിട്ട് നമ്മൾ ഇതുപോലെ മരത്തിൻ്റെ കളർ ഡാർക്ക് ബ്രൗൺ റെഡും കൊണ്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തലഭാഗത്ത് ഇത് ഇതുപോലെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിലുള്ള പോർഷൻ നമ്മൾ ബ്ലൂ കളർ ഡാർക്ക് ബ്ലൂ കൊടുത്തിട്ട് പിന്നെ അതിനകത്ത് കുറച്ച് വൈറ്റ് കളറിൽ ആക്രിലിക് കൊണ്ട് യൂസ് ചെയ്തിട്ട് അതൊന്ന് ലൈറ്റ് ഷെയ്ഡാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡാർക്ക് ബ്ലൂ ആണ് കൊടുത്തേക്കുന്നത്. താഴ്ഭാഗത്ത് നമ്മൾ പുല്ല് പോലെയൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് അതിനകത്ത് ചെറിയ ചെറിയ പൂക്കൾ വെച്ചേക്കുന്നിടത്ത് നമ്മൾ റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് അത് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളർ വെച്ചിട്ട്. ഇതേ കണ്ടോ ബാക്ക്ഗ്രൗണ്ട് അപ്പോൾ കുറച്ച് ബ്ലൂ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ബോഡി പോർഷനിൽ മുകളിൽ ഉണങ്ങി കഴിഞ്ഞപ്പോഴേക്കും അതിനകത്തേക്ക് നമ്മുടെ മൂങ്ങൻ്റെ മേലുള്ള ഡിസൈൻ ഇട്ട് കൊടുക്കുക കേട്ടോ. അത് ഇതുപോലെ അപ്പോൾ നമ്മൾ ബ്ലാക്ക് കളർ വെച്ചിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ണിന് ചുറ്റുന്ന ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പം എനിക്ക് കാശിക്കൊണ്ട് എടുത്തുന്ന ഓരോരോ കളർ വെച്ചിട്ടാണ് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്കൊക്കെ കാശിക്കൊണ്ട് ഭയങ്കര അലമ്പാണ് കേട്ടോ. അവിടെ ഇരിപ്പുണ്ട് ആശൻ അപ്പുറത്തേക്കൂടി ഇപ്പുറത്തേക്കൂടിയൊക്കെ നടന്ന് താഴെയൊക്കെ വെള്ളം കോരി ഒഴിച്ച് എൻ്റെ ബ്രഷൊക്കെ എടുത്ത് മുറ്റത്തേക്കൊക്കെ എറിഞ്ഞിട്ടൊക്കെയാണ് ഇവിടെയൊക്കെ തുടച്ചിട്ടേക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മളത് ഇതുപോലെ മൂങ്ങേൻ്റെ ഒരു വോൾ ഡെക്കോർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രസമായിട്ടുള്ളൊരു ഡെക്കോർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു കുട്ടി അയച്ചു തന്നാണ് ഒരു ക്രാഫ്റ്റ് വർക്കാണ് കേട്ടോ. നമ്മുടെ വർക്ക് കണ്ടിട്ട് ചെയ്താണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 2 ഇതുപോലുള്ള കുട്ടി പാണ്ടക്കുഞ്ഞുങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വേറെ 2-3 കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കാണിച്ചു തരാം. നല്ല രസമായിട്ടുള്ള ഒരു ക്യൂട്ട് കുഞ്ഞു ടെഡീനെ ഉണ്ടാക്കിയെടുത്തേക്കണേ. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലുള്ള വർക്കൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കൂട്ടുകാരെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഒത്തിരി സന്തോഷം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക്